ഇന്നലെ 3 വർഷമായി മാളികപ്പുറം ഇറങ്ങിയിട്ട് അതിന്റെ സന്തോഷത്തിലാണ്. അന്ന് 4ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്, ഇപ്പൊ 7ാം ക്ലാസ്സിലായി. ഇപ്പൊ 7ാം ക്ലാസ്സിലായി. 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴായിരുന്നു മാളികപ്പുറം ചെയ്തത്. ഡിസംബർ 30, 2022 മാളികപ്പുറം റിലീസായത്. അന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അച്ഛനടുത്ത് ഞാൻ ചോദിച്ചിരുന്നു ഏത് ഗിഫ്റ്റാണ് അച്ഛന് വേണ്ടതെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് മാളികപ്പുറം ആയിരിക്കും ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് മാറി. കാരണം അത് അത്രയും വലിയൊരു വിജയമായി. അത് അച്ഛന് മാത്രമല്ല, നമ്മുടെ സെറ്റിലെ എല്ലാവർക്കും ഒരു ഗിഫ്റ്റായിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം പുതുവത്സരം വരുമ്പോഴും ഈ മാളികപ്പുറം റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സിനിമയെ പറ്റി ഓർക്കും അല്ലേ? അതെ, ഓരോ തവണയും ഓർക്കും. കാരണം എനിക്ക് ഏറ്റവും വലിയ ന്യൂ ഇയർ ഓർമ്മ എന്ന് പറഞ്ഞാൽ മാളികപ്പുറം ഇറങ്ങിയത് 30-ാം തീയതിയാണ്. 31-ാം തീയതി രാത്രി ഞങ്ങൾ വനിതാ വിനീതയിൽ ഒരു തിയേറ്റർ വിസിറ്റിന് പോകുമ്പോഴാണ് ന്യൂ ഇയർ ആകുന്നത്. അപ്പോൾ അവിടെ ആ തിയേറ്ററിൽ വെച്ചാണ് ഞങ്ങൾ കമ്പിത്തിരിയൊക്കെ കത്തിച്ചത്. ഞാനും ആൽഫി ചേച്ചിയും ശ്രീപത്തും. എന്നിട്ട് ന്യൂ ഇയർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ഷോ ഇറങ്ങുന്നത്. അപ്പം ന്യൂ ഇയറിന് തന്നെ എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ നമ്മളവിടെ ഉണ്ട്, നമ്മൾ അവരായിട്ട് സംസാരിക്കും. അപ്പം അതാണ് ഏറ്റവും വലിയ ന്യൂ ഇയർ ഓർമ്മ. ഇപ്പോഴും എങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഭയങ്കര സ്നേഹം തന്നെയാണോ ആളുകൾക്ക്? അതെ, ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ ഒരു അമ്പലത്തിൽ പൊങ്കാലയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ചെന്നിരുന്നു. അവിടെ ചെല്ലുമ്പോഴെല്ലാം ആൻറ്റിമാരാണെങ്കിലും എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും എല്ലാവരും ഓടി വരും. ഇപ്പോഴും അവർക്ക് മാളികപ്പുറത്തിനെ കുറിച്ചാണ് അവർ പറയുന്നതും. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആ അത്രയും നാളും മാളികപ്പുറത്തിന് വേണ്ടി എടുത്ത ഹാർഡ് വർക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് നമ്മളെ ആ സിനിമ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്.